സ്നേഹത്തിൻ്റെ ത്യാഗത്തിൻ്റെ വിശുദ്ധിയുടെ ഒരു ബലിപെരുന്നാൾ കൂടി സമാഗതമാവുകയാണ്. ബലിപെരുന്നാളിൻ്റെ അതിൻ്റെ മിത്തുകളും ചരിത്രങ്ങളും ആഘോഷങ്ങളും അതിൻ്റെ വിവരങ്ങളും വിനോദിനി ചേച്ചിയുടെ ബ്ലോഗിന് വേണ്ടി ചെയ്യുകയാണ് അലി സയ്യദ്. ഇത്തവണ കണ്ണൂരിൽ അതിഭയങ്കരമായ തിരക്ക് അനുഭവപ്പെട്ടു. അപ്പോൾ ആളുകൾ ഈ പെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടി പല കടകളിലും കയറി ഇറങ്ങുന്നുണ്ടായിരുന്നു. കാണാൻ തന്നെ രസമാണ്. എല്ലാ തുണിക്കടകളിലും ഫ്രൂട്ട്സ് കടയിലും എന്ന് വേണ്ട ചെരുപ്പ് കടയിലും മൊബൈൽ ഷോപ്പിൻ്റെ കടയിലും ഹോട്ടലുകളിലും ബേക്കറികളിലും ഒക്കെ അവർ അങ്ങനെ ഓരോ സാധനവും വാങ്ങി മുമ്പോട്ട് പോകുന്ന കാഴ്ചയാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഐതിഹ്യ കഥകളൊക്കെ അലി സയ്യിദിൽ നിന്ന് കേൾക്കാം. വിശുദ്ധമായ ഭക്തി സാന്ദ്രമായ ഒരു ബലി പെരുന്നാൾ കൂടിയാണ് വന്നെത്തിയിട്ടുള്ളത്. റമളാനിലെ ഒരു മാസത്തെ വ്രതാനുഷ്ഠാന ശേഷം അതിൻ്റെ അവസാനമായി ആഘോഷിക്കുന്ന ചെറിയ പെരുന്നാൾ ഒരു 2 മാസം കഴിഞ്ഞാൽ ഹജ്ജ് മാസക്കാലത്ത് ഹാജിമാരുടെ അറഫ ദിനത്തോടനുബന്ധിച്ച് അവരോടുള്ള ഐക്യദാർഢ്യ പ്രഖ്യാപനമായി ആഘോഷിക്കുന്ന വലിയ പെരുന്നാൾ. ബലി അർപ്പിക്കപ്പെടുന്ന ബലി പെരുന്നാൾ എന്ന പേര് കൂടി ഈ പെരുന്നാളിനുണ്ട്. പ്രവാചകനായ ഇബ്രാഹിം, ബൈബിളിലെ അബ്രഹാം, തൻ്റെ മകൻ ഇസ്മായിലിനെ ദൈവപ്രീതിക്കായി ബലി നൽകാൻ തയ്യാറായതിൻ്റെ ചെറിയ പിഞ്ചുകുട്ടിയായ ഇസ്മായിലിനെയും ഉമ്മ ഹാജറയെയും അറേബ്യൻ മണലാരണ്യത്തിൽ ഉപേക്ഷിച്ചു പോയതിൻ്റെ ആ മകന് വേണ്ടി ഉമ്മ കുടിവെള്ളം തേടി നെട്ടോട്ടം ഓടിയതിൻ്റെ, പിന്നീട് അവിടെ സംസം എന്ന നീരുറവ പിറന്നതിൻ്റെ, അതൊരു മരുപ്പച്ചയായതിൻ്റെ, ജനസാന്ദ്രമായതിൻ്റെ, സസ്യപുഷ്കലമായതിൻ്റെ ഒക്കെ ത്യാഗോജ്വലമായ ഓർമ്മകളാണ് ബലിപെരുന്നാളിലൂടെ സന്ദേശം അറിയിക്കുന്നത്. അബ്രഹാമിൻ്റെ കാലത്ത്, ഇബ്രാഹിം നബിയുടെ കാലത്ത് അന്നത്തെ ജനത ദൈവപ്രീതിക്കായി സ്വന്തം കുഞ്ഞുങ്ങളെ ബലിയർപ്പിക്കുന്ന ഒരു ആചാരം ഉണ്ടായിരുന്നു. അതിനൊരു തിരുത്ത് എന്ന നിലയിലാണ് ഇബ്രാഹിം തൻ്റെ മകന് പകരം ഒരാടിനെ ബലിയർപ്പിച്ചുകൊണ്ട് ഈ ഒരു മനുഷ്യത്വ വിരുദ്ധമായ പ്രവർത്തനത്തെ മാറ്റിമറിക്കുന്നത്. പിന്നീട് ഈ ബലിയുടെ ഓർമ്മകൾക്കായി ലഭ്യമായ ബലിമൃഗത്തെ, ഒട്ടകത്തെ, പോത്തിനെ, ആടുകളെ, വേണ്ടി വന്നാൽ കോഴിയെ ഒക്കെ ബലിയർപ്പിക്കുന്ന ഒരു ബലി പെരുന്നാൾ ദിനമാണ്. ഇതിൻ്റെ ഈ ബലി മൃഗത്തിൻ്റെ രക്തമോ മാംസമോ ദൈവത്തിലേക്ക് എത്തുന്നില്ല നിങ്ങളുടെ ഭക്തിയല്ലാതെ എന്ന് പ്രവാചകൻ പറയുന്നുണ്ട്. ബലിമൃഗത്തിൻ്റെ മാംസം പാവപ്പെട്ടവരിലേക്ക് എത്തിക്കുന്നുണ്ട്. അറേബ്യയിൽ നിന്നൊക്കെ വ്യാപകമായി ആഫ്രിക്കയിലെ പട്ടിണി കിടക്കുന്ന രാജ്യങ്ങളിലൊക്കെ ഭക്ഷണമായി കയറ്റി അയക്കുന്നുമുണ്ട്. ബലിയല്ല ബലി പെരുന്നാളിൻ്റെ സന്ദേശം ദൈവപ്രീതിക്ക് വേണ്ടി സ്വന്തം ആഗ്രഹങ്ങളെ, ഇച്ഛകളെ നാം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതിനൊക്കെ സമർപ്പിക്കാൻ തയ്യാറാവുന്ന ത്യാഗോജ്വല സ്മരണയാണ് ബലിപെരുന്നാൾ മുന്നോട്ട് വെക്കുന്നത്. അവനകത്തെ മൃഗത്തെ ബലി അറക്കുകയാണ് വേണ്ടത്
അല്ലാതെ ഒരു പാവമൃഗത്തെ ബലിയർത്തതുകൊണ്ട് ദൈവപ്രീതി ലഭ്യമാവില്ല എന്നൊരു വലിയ സന്ദേശം കൂടി ബലിപെരുന്നാൾ നമുക്ക് മുന്നിൽ മുന്നോട്ട് വെക്കുന്നുണ്ട്. വിശുദ്ധ ദൈവിക ഗേഹമായ മക്കയിലെ ഹജ്ജ് കർമ്മങ്ങൾ, അതാണ് പ്രധാനമായി ദുൽഹജ്ജ് മാസത്തിലുള്ളത്. ഹാജിമാർ ആ പഴയ ഇബ്രാഹീമിൻ്റെ, ഹാജറുടെ, ഇസ്മായിലിൻ്റെയും സ്മരണകൾ നിലനിർത്തിയുള്ള ചടങ്ങുകളാണ്, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങളാണ് അവിടെ നടത്തി വരുന്നത്. അതിൻ്റെ 9 ദിനത്തിന് ശേഷമുള്ള 10-ാം ദിനമാണ് ഹാജിമാരും ലോകമെമ്പാടും പെരുന്നാൾ, ബലിപെരുന്നാളായി ആഘോഷിക്കുന്നത്. ഇവിടെ കണ്ണൂരിൽ മതത്തിനതീതമായി ജനങ്ങൾ പരസ്പരം സ്നേഹിക്കുകയും പരസ്പരം ആശംസകൾ അറിയിച്ചും പ്രധാനപ്പെട്ട ദിവസങ്ങൾ ആഘോഷിക്കുന്നു. ഇത് വലിയ പെരുന്നാളായിട്ട്. ഇത് മാത്രമല്ല, മറ്റ് പെരുന്നാളുകൾക്കും കണ്ണൂർക്കാർ വളരെ ഏറെ പ്രാധാന്യം കൊടുക്കുന്നു. ഇപ്പോൾ ഓണത്തിനായാലും, ഓണത്തിന് മുസ്ലിങ്ങളും ആഘോഷിക്കാറുണ്ട്, വിഷുവിനും അതെ, ക്രിസ്മസിനും, എല്ലാത്തിനും, എല്ലാ ആഘോഷങ്ങളും കണ്ണൂർക്കാർ വളരെ വിശാല മനസ്കതയോടെ നെഞ്ചോട് ചേർത്ത് വെച്ച് ആഘോഷങ്ങളെ വരവേൽക്കുന്നു. പെരുന്നാൾ ദിവസം മുസ്ലിം വീടുകളിൽ സാധാരണയായി ബിരിയാണിയാണ് വെക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടി മാത്രമല്ല, അടുത്തുള്ള ഹിന്ദു ഫാമിലീസിനു വേണ്ടി അവർ ബിരിയാണി ഉണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നു. അതുപോലെ ഓണത്തിനും അതെ. അപ്പോൾ വർഗീയതയില്ലാത്ത കണ്ണൂരിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ ആഘോഷവും അത് ആഘോഷിക്കുന്നതിനപ്പുറം, അതിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾക്കപ്പുറം അതുയർത്തുന്ന വലിയൊരു സന്ദേശമുണ്ട്. മാനവികതയുടെ, സ്നേഹത്തിൻ്റെ, സൗഭാത്രത്തിൻ്റെ, സൗഹാർദ്ദത്തിൻ്റെ, ത്യാഗത്തിൻ്റെ, വിശുദ്ധിയുടെ സന്ദേശം. ആ സന്ദേശമാണ് ഈ ആഘോഷാചാരാനുഷ്ഠാനങ്ങൾക്കൊക്കെ അപ്പുറത്ത് വലിയ കാര്യമായിട്ടുള്ളത്. ഏവർക്കും വിനോദിനി ചേച്ചിയോടൊപ്പം ഒരു ബലിപെരുന്നാൾ ആശംസിച്ചുകൊണ്ട് അലി സയ്യിദ്.